അച്ചാരപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ചത് വഴിയോരത്താണ്, നമ്മുടെ വെയിറ്റിംഗ് ഷെഡിന് നേരെ ബാക്കിൽ. ഈ നേരെ കാണുന്ന പമ്പിലാണ് ഞങ്ങൾ ഇന്നലെ ടെൻ്റ് അടിച്ചോട്ടെന്ന് ചോദിച്ചത്. പക്ഷെ അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വഴി തന്നെ ഈ ഭാഗത്താണ് ടെൻ്റ് അടിച്ച്. നേരെ സൈഡിൽ വെയിറ്റിംഗ് ഷെഡാണ്. അങ്ങനെ ഞങ്ങൾ ടെൻ്റൊക്കെ മടക്കി നമ്മുടെ ചങ്കോട് കണ്ടിട്ട നേരെ ഞങ്ങൾ മല്ലാട് ഈസ്റ്റിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഞങ്ങൾക്ക് റൂമുള്ളത്. ഞങ്ങൾ അന്ന് നൈറ്റ് കണ്ട റൂമില്ലേ, അവിടെ ഞങ്ങൾ അങ്ങനെ പോകുന്നത്. അവിടെ ഇന്ന് ഫുള്ള് റെസ്റ്റാണ്, ബോഡി റെസ്റ്റ്. എന്നിട്ട് ഞങ്ങൾ നാളെ രാവിലെ മോർണിംഗിൽ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഗുജറാത്ത് റൂട്ട് പിടിക്കും. അവിടെ ഗുജറാത്ത് റൂട്ടല്ലേ നമ്മൾ പോകുന്നത്, സൂറത്തല്ലേ ആ റൂട്ടല്ലേ, ഞങ്ങൾ ആ റൂട്ടാണ് പോകുന്നത്. തെരുവിൽ കിടക്കുന്ന രണ്ടാമത്തെ ദിവസം ബോംബെയിൽ. സംഭവം പൊളിയൊക്കെയാണ്. എങ്കിൽ പോലും ഇവിടെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻ്റ് അടിച്ച് കിടന്നാൽ ആളുകൾ ആ ഭാഗത്ത് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതൊന്നും ഇവിടെ ആരും ശ്രദ്ധിക്കലില്ല. അവർക്ക് അവരവരുടെ കാര്യങ്ങൾ മാത്രം, അത് മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഭീഷണിയായിട്ട് നിൽക്കുന്നത് പിടിച്ചുപറി കാര്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അല്ലാതെ നമ്മളിവിടെ വഴിയിൽ ടെൻ്റ് അടിച്ച് കിടന്നാലും യാതൊരു സീനില്ല, ഒരു പ്രശ്നമില്ല. അതുപോലെ എൻ്റെ ബാഗ് കീറിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ബാഗ് മേടിക്കണം, നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മേടിക്കുകയും ചെയ്യണം. അതുപോലെ പോകുന്ന വഴിക്ക് ചെരുപ്പ് മേടിക്കണം. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട്, അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. തൊണ്ട ഇടറിയൊക്കെ രാവിലെ ഒന്നും കുടിച്ചിട്ടില്ല, ചൂടൻ ചായ കുടിക്കാൻ രക്ഷയില്ല. അപ്പോൾ എന്തായാലും ചായ കുടിക്കാൻ നല്ല വിശപ്പുണ്ട്. ഇന്നലെ ഞങ്ങൾക്ക് ചെറിയ സംഭവം ഉണ്ടായി. ഞങ്ങൾ ഇന്നലെ പൊറോട്ടയും ബീഫാണ് കഴിക്കാൻ കഴിയത്. അവസാനം ബീഫില്ല, ബീഫിൻ്റെ ഗ്രേവി മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയാം ബീഫാണ്. എത്ര രൂപ മേടിച്ചത്? 10 രൂപ മേടിച്ചു തോന്നുന്നു അല്ലേ? 50 രൂപ മേടിച്ച്. ബീഫില്ല, ബീഫാണെന്ന് പറഞ്ഞാൽ തന്നത്, പക്ഷെ ബീഫില്ല, ഒരു കഷ്ണം പോലും ഇല്ല. കുറച്ച് കടലേ എന്തൊക്കെയോ ഇട്ടിട്ട് എന്തൊക്കെയോ ഒരു കറി. പിന്നെ ഞങ്ങൾ എന്താ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിങ്ങോട്ട് പോന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ പമ്പിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പമ്പുകൾ ഞങ്ങൾ നോക്കി, പക്ഷെ എല്ലാം ക്ലോസ്ഡാണ്. പിന്നെ ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചു എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിന് 24 ഹവേഴ്സിൻ്റെ പമ്പാണ് ആ കാണുന്നത് തന്നെ, പക്ഷെ അവർ സമ്മതിച്ചില്ല. അല്ല, നേരെ സൈഡിൽ ഞങ്ങൾ ടെൻ്റ് അടിച്ചു, അല്ല വേറെ നിവൃത്തിയില്ല. 1 മണി അടുത്തായി എന്തോ, അല്ലടാ 1 മണിയായി തോന്നുന്നില്ലടാ. 1 മണിയായി. പിന്നെ ഉറങ്ങണ്ടേ, അതുകൊണ്ട് പിന്നെ വഴിയിൽ അങ്ങോട്ട് ടെൻ്റ് അടിച്ചാണ്ട് കിടന്നു, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് നോക്കി എന്തെങ്കിലും സീനുണ്ടോ എന്ന്. കാരണം നമുക്കറിയില്ലല്ലോ, ഫസ്റ്റ് ടൈം ആണല്ലോ ബോംബെയിൽ വന്നിട്ട് ഇങ്ങനെ ടെൻ്റ് അടിച്ച് കിടക്കുന്നത്. ഇന്നലെ കിടന്നു, ഇന്ന് കിടന്നു. പക്ഷെ നാളെ ഇല്ല, നാളെ എന്തായാലും നോക്കണം നല്ല രീതിയിലില്ല. ഇപ്പം എന്തായാലും സമയം കളയുന്നില്ല, ഞങ്ങൾ പോകാൻ നോക്കട്ടെ. സമയം ഇപ്പോൾ 7:30 ഇനി ഇവിടെ നേരെ പോവാം, പമ്പിൽ കയറാം, പല്ലൊക്കെ വെച്ച് ഫ്രഷ് ആവാം, ചായ കുടിക്കുക, നേരെ റൂമിലേക്ക് വിടാം. പോകുന്ന വഴിക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാണ്ട് അതും ചെയ്തിട്ട് നേരെ പോവാം. ഫസ്റ്റ് ഞങ്ങൾ ചെയ്ത അഖിലിന് ആധാർ കാർഡ് റെഡിയാക്കണ്ടായി. അങ്ങനെ അവൻ്റെ ആധാർ കാർഡ് നമ്മൾ പോയിട്ട് റെഡിയാക്കി. അതുപോലെ പർച്ചേസ് ചെയ്ത അഖിലിന് ബൂട്ട് മേടിച്ചു, അതുപോലെ മാസ്ക് വേണമായിരുന്നു, അത് മേടിച്ചു. പിന്നുള്ളത് കയ്യിലിടാൻ വേണ്ടി ഗ്ലൗസ് ആയിരുന്നു, ഗ്ലൗസ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ അവനിടാൻ ട്രാക്ക് സൂട്ട് മേടിച്ചിട്ടുണ്ട്, ഒരു ബനിയൻ മേടിച്ചു. അതൊക്കെ അവർ മേടിച്ച ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊരു ഡാറ്റ കേബിൾ കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എനിക്കിടാനായിട്ട് ചെരുപ്പ് ഞാൻ മേടിച്ചു, വെള്ളത്തിൽ അല്ലെങ്കിൽ മഴ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഇടാൻ ചെരുപ്പ് ഒരെണ്ണം മേടിച്ചു. അതുപോലെ മഞ്ഞിൽ യൂസ് ചെയ്യാനായിട്ട് തലയിൽ ഇടുന്ന ഒരു ക്യാപ്പ്, അതുപോലെ ഒരു ട്രാക്ക് സൂട്ട് ഞാൻ എടുത്തു. അതുപോലെ തണുപ്പത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുത്തു, നല്ല സ്മൂത്തായിട്ട് നല്ല ഡ്രസ്സാണത്. അതുപോലെ എനിക്ക് മെയിനായിട്ട് എനിക്ക് ബാഗ് കംപ്ലൈൻ്റ് ആയിരുന്നു, ഒരു ബാഗ് ഞാൻ മേടിച്ചു. 650 രൂപയുള്ളൂ, നല്ല വിലയൊക്കെ അവർ പറഞ്ഞു. എങ്കിൽ പോലും 650 രൂപ നല്ലൊരു ട്രാവലിംഗ് ബാഗ് പറഞ്ഞാൽ ഞാൻ എടുത്തു. ഒരു തോർത്തും മേടിച്ചു. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ബാർഗൈൻ ചെയ്ത് മേടിക്കണം. പക്ഷേ ഇതൊക്കെയാണ് ഞങ്ങളിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. ഇവിടെ നമ്മൾ വില പേശിയെടുത്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. നമ്മൾ ഒറ്റ റേറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്ത് നിൽക്കുക. അവർ 1500 പറഞ്ഞാൽ നമ്മൾ 500 നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് അറിയാലോ, ആ എമൗണ്ടിൽ നമ്മൾ പിടിച്ചിരിക്കുക. എന്ത് കാരണവശാലും നമ്മൾ അത് കൂട്ടാനോ കുറയ്ക്കാനോ നിൽക്കരുത്. ആ എമൗണ്ടിൽ തന്നെ നിന്ന് നമുക്ക് സാധനം പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും. അതെ, അല്ലെങ്കിൽ അവർ ചീത്ത വിളിക്കും. അത് തന്നൊക്കെ നിലക്കൊക്കെ വിളിയൊക്കെ വരും ഹിന്ദിയിൽ. അതെ, ചീത്ത വിളി കേട്ട് കഴിഞ്ഞാൽ പൊക്കോളണം. അഖിലിന് അനുഭവമുള്ള അഖിൽ ഇന്നലെ ഡാറ്റ കേബിൾ വിളിച്ചപ്പോൾ 20 രൂപ, അതായത് അവർ 70 രൂപ എത്രയാണ് പറഞ്ഞവർ? 50 രൂപയുടെ ഡാറ്റ കേബിൾ അതിന് 20 രൂപയ്ക്ക് മേടിച്ച് ഒരു അരമുക്കാൽ കുറവ് നിന്ന് അതിന് തന്തക്കും നിലക്കൊക്കെ വിളിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അനുഭവം? എന്നിട്ട് എവിടെ ഇരിപ്പുണ്ട് കൊടുക്കാം അങ്ങനെ ഇവിടെ മൊത്തം അവൻ
മടക്കി കൂട്ടി ബാഗിൽ സെറ്റാക്കാനുള്ള പരിപാടിയാണ്. ഇന്നലെ പർച്ചേസ് ചെയ്തപ്പോൾ ഗ്യാപ്പില്ല ഇനി വെക്കാനായിട്ട്. അപ്പോൾ അത് എന്താ പറയുക, അത് കറക്റ്റായിട്ട് വെക്കാനായിട്ട് മടക്കി വൃത്തിയായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അഖിലേ, ഇന്നലെ പർച്ചേസിങ്ങിന് പോയിട്ട് എങ്ങനെ ഉണ്ടായി ഒന്ന് പറയാമോ? പർച്ചേസിങ് കൊള്ളാം. എന്താ പറയുക, നമ്മളെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. പുതിയ പുതിയ ട്രെൻഡ്സ്, പുതിയ സാധനങ്ങളെല്ലാം ഉണ്ട്, വരുന്നുണ്ട്. എല്ലാം വില കുറവാണ്. പക്ഷെ അവർ ആദ്യം ഒരു റേറ്റ് പറയും, അതിൽ വാങ്ങിച്ചുകൊണ്ട് പോകല്ലേ. നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമുക്ക് നല്ല രീതിയിൽ വില കുറയ്ക്കാൻ പറ്റും. ഒരു ഷർട്ടൊക്കെ 150 വാങ്ങാൻ പറ്റും. പക്ഷേ അതിൽ തന്നെ നിന്നോളണം. വിട്ട് പിടിക്കുകയാണെങ്കിൽ സീനാണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് എല്ലാം ഒതുക്കി സെറ്റാക്കി കിട്ടാം. നാളെ രാവിലെ പോകേണ്ടതാണ്. നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരും. ഗുഡ് നൈറ്റ്, ബൈ. അതിലൊരു ഗുഡ് നൈറ്റ് കൊടുത്തടാ.